യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ചെകുത്താൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്. നാടിനും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ആർക്കും വേണ്ടാത്തൊരു ചെകുത്താൻ. മോഹൻലാലിനെതിരെ വീഡിയോ ചെയ്തിട്ട് കേസായി ജയിലിൽ കൊണ്ടിട്ടതാണ്. മോഹൻലാൽ വയനാട് ദുരന്തത്തിൽ മൂപ്പര് പട്ടാള ഡ്രസ്സിൽ ചെന്നാലും മൂപ്പർക്ക് പിടിച്ചില്ല. അവിടെ പട്ടാളക്കാർ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ലാലേട്ടൻ അവിടെ പട്ടാള ഡ്രസ്സിൽ വന്നിട്ട് എന്താ തെറ്റ്? മൂപ്പര് കേണലല്ലേ, അതിനെ മൂപ്പര് വിമർശിച്ചു. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവനാണ് ഈ ചെകുത്താൻ ഇപ്പോൾ ദീപകിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നു. എന്താണ് പറയണത്? ഈ ദീപകിൻ്റെ സ്ഥിരം പണി ഇതാണ്. അവന് പെണ്ണുങ്ങളെ ഏത് നേരം പെണ്ണുങ്ങളുള്ള തിരക്കുള്ള ബസ്സിൽ കയറുക, പെണ്ണുങ്ങളെ മുട്ടി ഒരുമി നിൽക്കുക. അതവൻ കോഴിയാണ്, അവൻ ഞരമ്പനാണ്. അവൻ അറിയിച്ച ശിക്ഷ തന്നെയാണ് അവന് കിട്ടിയത്. അതുപോലെ തന്നെ അവൻ ഈ പെൺകുട്ടിയുടെ ഭാവി കൂടി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെകുത്താൻ ഒരു വീഡിയോ ഇട്ടുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഈ കൊലകാരി പെണ്ണിൻ്റെ അനിയൻ ഒരു പോലീസിലൊരു പരാതി കൊടുത്തോണ്ട് മെയിൽ അയച്ചു നോക്കുക. എന്താണ്, എൻ്റെ ചേച്ചി ബസ്സിൽ വരുമ്പോൾ ഒരാൾ എൻ്റെ ചേച്ചിനെ ശല്യപ്പെടുത്തി, അത് കേസാക്കി എടുക്കണമെന്ന് കൊടുത്തിരിക്കുക. അതുപോലെ ഇപ്പോൾ ഈ കൊലകാരി പെണ്ണിൻ്റെ പല ബിനാമികളും ഇവൾ കാശ് കൊടുത്തിട്ട് പലരെ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടെ എഴുതിക്കുന്നുണ്ട്. ആരാണ്? ഈ ദീപക്കാണ് കുറ്റക്കാരൻ. ദീപക് ഇതിന് മുമ്പ് ഇതുപോലെ പെണ്ണുങ്ങളെ മുട്ടിയിരുന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇവള് നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകളും കാണുന്നുണ്ട്. അപ്പോൾ പൈസ ഉണ്ടോ, പിൻബലമുണ്ടോ, ആളുണ്ടോ, ആടിനെ പട്ടിയാക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കേസ് അട്ടിമറിക്കാനാണ്. ഈ കൊലകാരി പെണ്ണിന് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടാനും ഈ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എലിയായി പുലിയായി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി പോകാൻ വേണ്ടിയിട്ടുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള നല്ല കളികൾ നടക്കുന്നുണ്ട്. ഇവൾക്കാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിലും നല്ല പിടിപാടുണ്ട്, രാഷ്ട്രീയത്തിലും നല്ല പിടിപാടുണ്ട്, കാശ് കൊണ്ടും നല്ല പിടിപാടുണ്ട്. ഇവർ ലോകം മുഴുവൻ ടിക്ടോക്കുള്ള കാലത്ത് തന്നെ ഇവൾ ലോകം മുഴുവൻ നടന്ന് ടിക്ടോക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ലോകത്ത് മുഴുവൻ പോയിട്ട് ഒറ്റയ്ക്ക് പോയി ടിക്ടോക്ക് എടുക്കുന്ന ആളാണ്. ടിക്ടോക്ക് നിർത്തിയപ്പോഴാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകാരിയായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അത്രയും ഭർത്താവ് പോലും വേണ്ടാന്ന് വെച്ച് ഗൾഫിലൊക്കെ പോയി നരങ്ങി നാട്ടുകാർക്ക് പോലും 10 പൈസയ്ക്ക് ഉപകാരമില്ലാത്ത ഒരു വാർഡ് മെമ്പറായിട്ട് ഒരു നാട്ടുകാരെ പോലും ഒരു ഉപകാരമില്ലാത്ത, നാട്ടുകാർക്ക് പോലും ഇവളെക്കുറിച്ച് വളരെ മോശം അഭിപ്രായം പറയുന്ന ഈ സ്ത്രീനെ പുണ്യാളത്തിയാക്കിയിട്ട് രൂപക്കൂട്ടിലിറക്കാനാണ് ഈ ചെകുത്താൻ്റെ കൂട്ടുകാരൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇവരെ സ്റ്റോറികൾ കിടന്ന് ഓടി നടക്കുന്നുണ്ട്. അപ്പം നമ്മളിത് കരുതിയിരിക്കണം ഇങ്ങനെയുള്ള സ്റ്റോറികൾ വരുമ്പോൾ. ഇതൊക്കെ ആൾക്കാരുടെ ഇടയിൽ വിഷം കുത്തിവയ്ക്കാനും ഈ സോഷ്യൽ മീഡിയ വെച്ചിട്ട് ആ കേസ് അട്ടിമറിക്കാനുള്ള